ഫിറഔൻ. എന്റെ പൊന്നു മക്കളെ, ഞാൻ ഈ പറയണ ഇന്നത്തെ ഐ ജിയെ കുറിച്ചൊന്നുമല്ല, വെറുതെ നമ്മളെ കുഴപ്പിച്ചേക്കല്ലേ. ഞാൻ അന്നത്തെ വെറുതെ ഒരു കാര്യം പറഞ്ഞ, ഈ ഐ ജി എന്ന് പറഞ്ഞാല് അന്നത്തെ പോലീസ് അധികാരി. ഇപ്പൊ ഫിറൗനെ വിളിച്ചുകൊണ്ട് നാളെ എനിക്ക് കോടതി അലക്ഷ്യ കേസ് വല്ലതും വന്ന പേടിയാ എനിക്ക് പറയാൻ. ഈ ആളുകൾ ഒരു വാക്ക് പെട്ടെന്ന് കേട്ടേക്കും. ഞാൻ ഈ സാധാരണ പ്രസംഗിക്കുമ്പോൾ പ്രസംഗത്തിന് മുമ്പ് ഒരു വാക്ക് പറയും, അള്ളാഹു നമ്മുടെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സമസ്ത അപരാധങ്ങളും പുറത്തു തരട്ടെ. ഞാൻ ആയത്തിൽ ഹത്യമായിട്ടിരിക്കും ഒരു ദിവസം വെള്ളിയാഴ്ച ജുമയ്ക്ക് ഞാൻ സാധാരണ പറയുന്ന ഒരു വാക്കാത്. നമ്മുടെ ഈ സദസ്സിന് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എപ്പോഴും, അള്ളാഹു നമ്മുടെ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ സമസ്ത അപരാധങ്ങളും പുറത്തു തരട്ടെ. പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരാൾ കണ്ടേക്ക്, നിങ്ങൾക്ക് ഈ സമസ്തയുടെ അപരാധം മാത്രമേ പറയാനുള്ളൂ, ദക്ഷിണയ്ക്ക് അപരാധം ഒന്നുമില്ലേ? ഒരാളിനോട് ചോദിച്ചു. അപ്പൊ അത്രയ്ക്ക് കൃത്യമായിട്ട് വാക്കുകൾ ചിന്തിക്കുന്നവരാണ് ആളുകൾ. ഞാൻ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ഐ ജി ഫിറോൻ എന്ന് പറഞ്ഞ് ഇന്നത്തെ ഐ ജിയെ കുറിച്ചിട്ട് ഒന്നുമല്ല. അതുകൊണ്ട് കുഞ്ഞുമക്കളെ, 2 മക്കളും ഭാര്യയൊക്കെ ഉള്ളതാണ്. അതുകൊണ്ട് ഫിറൗൻ എന്ന് പറഞ്ഞത് ആ കാലഘട്ടത്തിൽ ഫിറൗൻ പറഞ്ഞു മൂസായെ പിടിക്കുക. മൂസാ നബി എന്ത് ചെയ്തു? ഖുർആൻ സൂറത്തുൽ ഖസസ്, മദീനയുടെ ആ പട്ടണത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരാൾ ഓടി വന്നിട്ട് പറഞ്ഞു, പട്ടാളക്കാര് നിന്നെ പിടിക്കാൻ നടക്കുകയാണ്, ഓടിക്കോ മൂസാ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്നന്ന് മുതിയായിട്ടില്ല. അന്ന് മൂസാ നബിക്ക് നുബുവത്ത് കിട്ടിയിട്ടില്ല. ഒരു നല്ല കല്യാണം നടത്തിയാൽ കിട്ടുന്ന പ്രതിഫലം എന്താ ചെറുപ്പക്കാരാ? ഞാനല്ല ഖുർആൻ എന്ന് പറയട്ടെ. ചുരുക്കി പറയാം, മൂസാ നബി ഓടാൻ തുടങ്ങി. ഓടി ഓടി മദീന എന്ന് പറയുന്ന രാജ്യത്തിന്റെ വനാന്തരത്തിലെത്തി. ആ വനാന്തരത്തിൽ ഒരു മനുഷ്യനെ പോലും കാണാനില്ല. ആ സമയത്ത് മൂസാ നബി ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ എന്ന് പറയട്ടെ, വലമ്മാ തവജ്ജദ ബിൽ മദിയന ഖാല അസാ റബ്ബി അയ്യഹ്ദിയനി സവാഅ സബീൽ. മദിയന്റെ ഭാഗത്തെത്തിയപ്പോ മൂസ എന്ന യുവാവ് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ അയ്യഹ്ദിയനി സവാഅ സബീൽ, എനിക്കൊരു നല്ല മാർഗം നീ തെരഞ്ഞെടുത്ത് നൽകണേ അല്ലാഹ്. മൂസ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉറക്കം പറഞ്ഞ അല്ലാഹുവേ എനിക്കൊരു നല്ല വഴി കാണിച്ചു തരണേ, ഖുർആൻ. അതുകൊണ്ട് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണം? ആദ്യം ദുആ ചെയ്യണം, അല്ലാഹുവേ എനിക്കൊരു നല്ല വഴി ഇനി നീ ഭാവിയിൽ എനിക്ക് തെളിച്ചു തരണം. ചില ദുആ ചെയ്യൂലേ, നല്ല വഴി എന്ത് ചെയ്യണം? തെളിച്ചു തരണം. അപ്പൊ കല്യാണം കഴിക്കാത്തൊരു ദുആ ചെയ്യാൻ തുടങ്ങൂല ഇന്ന് മുതൽ. മറ്റേ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയൂലേ? ആദ്യം മറ്റേ നമ്പർ ഡിലീറ്റ് ചെയ്ത് കളയും, എന്നിട്ട് ദുആ ചെയ്യും. അങ്ങനെ മൂസാ നബി ആയിട്ടില്ല, വെറും മൂസ. ആ മൂസ കാട്ടിലൂടെ നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന കഥ പറയുന്നത് കേൾക്കുക. വബദദ മിൻ ദൂനിഹിം ഇംറഅതൈനി തദൂദാനി ഖാല മാ ഖത്ബുകുമാ ഖാലതാ ലാ നസ്കി ഹത്താ യുസ്ദിറ الرعاء വഅബൂനാ ശൈഖുൻ കബീർ. മൂസ നോക്കുമ്പോൾ ഒരു ചെറിയ വലിയ കുളം, പഞ്ചായത്ത് കിണർ. അതിന്റെ ചുറ്റും നിന്ന് കുറെ ആണുങ്ങൾ അവരുടെ കുതിരക്കും കാളകൾക്കും വെള്ളം കോരി കൊടുക്കുകയാണ്. 2 പെൺകുട്ടികൾ മാറി നിൽക്കുന്നു. അവർക്ക് വെള്ളം കോരാൻ പറ്റുന്നില്ല. ആണുങ്ങൾ വെള്ളം കോരുകയാണ്. മൂസ നോക്കുമ്പോൾ 2 പെണ്ണുങ്ങൾ മാറി നിൽക്കുന്നു. ചുരുക്കി പറയട്ടെ, മൂസ വന്നിട്ട് ചോദിച്ചു, കാലമാ ഖത്ബുകുമാ, നിങ്ങളുടെ കാര്യം എന്താ? എന്തേ നിങ്ങൾ ഈ ആണുങ്ങൾ വരുന്നിടത്ത് 2 പെണ്ണ് മാത്രം വന്നത് എന്തിനാ? വീട്ടിൽ ആണുങ്ങളെ നിങ്ങൾ വെള്ളം കോരാൻ പറഞ്ഞു വിടാത്തത് എന്താ? ആ സമയത്ത് ആ പെണ്ണുങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ ഉപ്പാക്ക് ഞങ്ങൾ 2 പെൺമക്കളാണ്. ഞങ്ങളുടെ ഉപ്പയോ അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ പിതാവ് വയോവൃദ്ധനുമാണ്. ഖുർആൻ സൂറത്തുൽ ഖസസ്, അബൂനാ ശൈഖുൻ കബീർ, ഞങ്ങളുടെ വാപ്പ വൃദ്ധനാണ്. അങ്ങനെ മൂസ എന്ത് ചെയ്തു? മൂസാ നബി പോയിട്ട് പാത്രം ഞാൻ വെള്ളം കോരിത്തരാം. ഞാൻ പറയണ കഥയല്ല, ഖുർആൻ സൂറത്തുൽ ഖസസ് തഫ്സീർ എടുത്ത് വെച്ച് നോക്കി, മലയാള തഫ്സീർ. അങ്ങനെ മൂസ ആ പഞ്ചായത്ത് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കലത്തി വെച്ചു.
ആ പെണ്ണുങ്ങൾ രണ്ടുപേരും വെള്ളം കുടിപ്പിച്ചു. വെള്ളം കാലിക്ക് പശുവിന് വെള്ളമൊക്കെ കോരി കൊടുത്തു. അവര് വലിയ സന്തോഷത്തോടെ പോയി. അപ്പൊ പോകുമ്പോ ഏതായാലും ആ പെണ്ണുങ്ങൾക്ക് ഈ ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. കാരണം മാന്യനായ ചെറുപ്പക്കാര് കിടന്ന് ആണുങ്ങൾ കിടന്ന് തിക്കുണ്ടാക്കുന്നിടത്ത് അബലയായ രണ്ട് പെണ്ണുങ്ങളെ സഹായിച്ച് വെള്ളം കോരിക്കൊടുത്ത ഒരു ചെറുപ്പക്കാരൻ എന്ത് ചെയ്യണം? കരണ്ട് ബില്ലടയ്ക്കാൻ പോയി. ആണുങ്ങളുടെ ഭയങ്കര ക്യൂ. ഒരു പെണ്ണ് തനിച്ച് പറ്റിയാൽ അവരെ ബില്ല് മേടിച്ചൊന്ന് അടച്ചു കൊടുത്തേക്ക് കേട്ടോ. അടച്ചിട്ട് രസീത് തിരിച്ചു കൊടുക്കണം. അതിന്റെ ബാക്കിൽ നിന്റെ മൊബൈൽ നമ്പർ എഴുതരുത്. മാന്യമായ രീതിയിലൊന്ന് സഹായിക്കാം, അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ, നല്ല കാര്യത്തിൽ. അല്ലെങ്കിൽ ബിവറാജസിന്റെ ഫ്രണ്ടിൽ ആണുങ്ങളുടെ ഭയങ്കര ക്യൂ, അപ്പുറം ഒരു പെണ്ണ് മാത്രം നിൽക്കുന്നു. ഒന്ന് സഹായിച്ചേക്കാം, ഒരു അല്പം വേണ്ടി വന്നിട്ട് അത് മേടിച്ചു കൊടുക്കരുത്. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കാം. ഖുർആൻ, ഇതെല്ലാം ഖുർആനിൽ നിന്നാണ് തെളിവ് പിടിക്കുന്നത്. അപ്പോൾ അള്ളാഹു നമുക്ക് ഖുർആനിൽ നല്ല ഇൽമ നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ചുരുക്കി പറയാൻ ആയത്തെല്ലാം ഓതാൻ സമയമില്ല. ഇവരവിടെ പോയി വാപ്പയോട് പറഞ്ഞു, വാപ്പ ഞങ്ങൾ അവിടെ വന്നപ്പോൾ ഒരു നല്ല ചെറുപ്പക്കാരൻ, അയാൾ വെള്ളം കോരി തന്നു. ആ സമയത്ത് ആ ചെറുപ്പക്കാരന്റെ വർത്താനം കേട്ടപ്പോ ഈ പിതാവാരാണ്? ഷുഐബ് നബിയാണ്. ഷുഐബ് നബിയുടെ മക്കളാണ് പെൺമക്കൾ. ഷുഐബ് നബി പറഞ്ഞ ആ ചെറുപ്പക്കാരനെ വിളിച്ചോണ്ട് പോവാ. മൂസ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ നാട്ടിൽ നിന്ന് ഓടി വന്നതാ. ഒരു ഗതിയും ഗത്യന്തരം ഒന്നുമില്ല, വഴിമുട്ടി നിൽക്കുക. കാട്ടിലിങ്ങനെ തനിച്ച് ആരാ പടച്ചവനെ, ഈ പരനാട്ടിൽ എനിക്കൊരു ആശ്രയമെന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു വരവ്. ആര്? ഖുർആൻ പറയുന്നത് കേൾക്കീൻ. ഒരു പെണ്ണ് പയ്യ ലജ്ജയോടെ, നേരത്തെ വെള്ളം കോരി കൊടുത്ത പെണ്ണ് പയ്യ നാണം കുണുങ്ങി അന്നനട വെക്കണ മാതിരി വെച്ച് മൂസായുടെ മുമ്പിൽ വന്നു. ഭയങ്കര നാണം. നേരത്തെ വെള്ളം കോരി കൊടുത്തതിൽ മൂത്ത പെണ്ണ് മൂസായുടെ അടുക്കിലേക്ക് നടന്നു വരുന്നു. അവക്കാണെങ്കിലും ഭയങ്കര നാണം. ഞാൻ പറഞ്ഞല്ല ഖുർആൻ, നേരത്തെ വെള്ളം കോരി കൊടുത്ത രണ്ട് പെണ്ണിൽ മൂത്ത പെണ്ണ് ലജ്ജയോടെ വന്നിട്ട് പറയുന്നു, ഇന്ന കാല. ആ പെണ്ണ് വന്ന് പറയുകയാണ്, ഞങ്ങളുടെ വാപ്പ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്, വാപ്പയുടെ അടുക്കലേക്ക് വരുമോ? മൂസാ നബി നേരെ ആ പിതാവിന്റെ അടുക്കലെത്തി. ആ പിതാവ് മൂസയെ കണ്ടപ്പോൾ പറഞ്ഞതെന്താ? ഖുർആൻ തന്നെ പറയട്ടെ. എത്ര സുന്ദരമായിട്ടാണ് കല്യാണാലോചന ഖുർആൻ പറയുന്നത്. കാല ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബിനതയ്യ ഹാതൈനി അലാ അൻ തഅജുറനി സമാനിയ ഹിജജ്. ശുഐബ് നബി പറഞ്ഞു, എന്റെ രണ്ട് പെൺമക്കളിൽ ഒരാളെ നിനക്ക് ഞാൻ കല്യാണം കഴിച്ചു തരാൻ ആഗ്രഹിക്കുകയാണ്. നിന്റെ കയ്യിൽ തരാൻ മഹറുണ്ടോ? മൂസ പറഞ്ഞു, മഹറില്ല, വീട്ടിൽ നിന്ന് ഓടി വന്നവനാണ്. ശുഐബ് നബി പറഞ്ഞു, മഹറായിട്ടൊരു കാര്യം ചെയ്യേ, അലാന തഅജുറനി സമാനിയ ഹിജജ്. 8 വർഷം നീ എന്റെ ആടിനെ മേച്ചു തരണം. ആടിനെ മേക്കുന്ന 8 വർഷത്തെ കൂലി മഹറായി പരിഗണിക്കാം. ഖുർആനാണ്, സൂറത്തുൽ ഖസസ്. മഹർ തരാൻ വല്ലതുണ്ടോ? ഇല്ല. എന്റെ മോളെ കെട്ടിച്ചു തരാം. മഹർ തരാണ്ടോ? ഇല്ല. എന്നാ ഒരു കാര്യം ചെയ്യ, എന്റെ ആടിനെ 8 വർഷം മേയ്ക്കണം. ആ മേയ്ക്കുന്നതിന്റെ കൂലി മഹർ. അപ്പൊ എന്റെ പൊന്നു മക്കളെ, പെണ്ണ് കെട്ടാൻ പോകുമ്പോ മഹർ കൊടുക്കണമെങ്കിൽ കൂലിപ്പണി എടുത്ത സ്വന്തം അധ്വാനത്തിൽ നിന്ന് കൊടുക്കണം. ഇത് ഉസ്താദ് വെറുതെ പറഞ്ഞല്ല, ഖുർആൻ മനസ്സിലായപ്പോ. മൂസാ നബി കൂലിപ്പണി എടുത്തിട്ട് പശുവിനെ നേറ്റിട്ടാണ് മഹർ കൊടുത്തത്. അല്ലാതെ അവളുടെ കയ്യിൽ നിന്ന് 5 ലക്ഷം മേടിച്ചിട്ട് 25,000 5 പവൻ നിനക്ക്. ഉസ്താദ് പറഞ്ഞു, എത്രയാടാ മഹർ? 40 ഗ്രാം. ചില ഇറക്കന്മാരോട്, ഭർത്താവ് എത്രയാടാ മഹർ? ഇവ അവിടെ വാപ്പായോട് ചോദിക്കട്ടെ, എടാ പകയാ, പെണ്ണ് കെട്ടാൻ നിനക്ക് നാണമില്ലേ? പെണ്ണ് കെട്ടാൻ മഹർ എത്രയാണ്? വാപ്പയോട് ചോദിക്കട്ടെ. വാപ്പ പറഞ്ഞാണ് മഹർ. പെണ്ണിന് മഹർ കൊടുക്കാൻ അറിയാൻ പാടില്ലെങ്കിൽ അതും വാപ്പയോട് ചോദിച്ചിട്ടാണ് മഹർ കൊടുക്കുന്നത്. നിന്റെ സ്വന്തം പെണ്ണ് കെട്ടാൻ വേണ്ടി പോകുമ്പോ 5 പവനാട്ടെ നമ്മൾ സ്വന്തമായിട്ടുണ്ടാക്കിയ ശമ്പളത്തിൽ നിന്ന് കൊടുക്കണം. ഖുർആൻ 8 വർഷം ജോലി ചെയ്തു. ഒരു ദിവസം കൂലിപ്പണിക്ക് എത്ര രൂപ കിട്ടും? ഒരു ദിവസം ഒരു സാധാരണ കൂലിപ്പണിക്കാരൻ എത്ര രൂപ കിട്ടും? ഇവിടെ ഒരു സാധാരണ കൂലിപ്പണിക്കാരന് എത്ര രൂപ കിട്ടും? 300. ഇവിടത്തെ സാധാ സീതാ കൂലിപ്പണിക്കാരന് ഒരു ദിവസം കൂലിപ്പണി എത്ര രൂപ കിട്ടും? 350. പള്ളിയിൽ ഉസ്താദിന് 115 രൂപ 25 പൈസ.
അപ്പൊ 350 രൂപ. 350 രൂപ ഒരു ദിവസം വെച്ചിട്ട് ഒരു മാസം ജോലി ചെയ്ത് എത്ര രൂപ ആവും? അപ്പൊ അങ്ങനെ 8 വർഷത്തെ കൂലിപ്പണിയുടെ പൈസ ആകുമ്പോ എത്രയായി? ആ പൈസ മഹറായി നിശ്ചയിക്കപ്പെടും. മഹറായി നിശ്ചയിക്കപ്പെടും. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ആ മഹർ 1000-കണക്കിന് രൂപ മഹറായി കൊടുത്തു, കല്യാണം കഴിച്ചു. ആ കല്യാണത്തിൽ മക്കളുണ്ടായി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം അധ്വാനം കണ്ട് 8 വർഷം മദീനയുടെ മലഞ്ചെരുവുകളിലൂടെ ആടിനെ മേച്ചുണ്ടാക്കിയ പൈസ കൊടുത്ത് മഹർ കൊടുത്തിട്ട് ഒരു പെണ്ണിനെയും കെട്ടിയ മൂസ എന്ന യുവാവിന് അള്ളാഹു കൊടുത്ത ഭാഗ്യമേടാ. എങ്ങനെയാ സഹോദര ആ കുടുംബത്തിന് നൂറുണ്ടാകുന്നത്? എങ്ങനെയാ? ആ ഭാര്യയുടെ കയ്യും പിടിച്ചുകൊണ്ട് മൂസ തന്റെ നാട്ടിലേക്ക് പോവുകയാണ്. അള്ളാഹ് പറയുന്നത് കേൾക്കുക, ഇത് കാല മൂസാലി അഹ്ലിഹി ഇന്നി ആനസ്തു നാറാ. ഖുർആനല്ല പറയുന്നത്, മഹർ കൊടുത്ത് വാങ്ങിച്ച ഭാര്യയെയും കൊണ്ട്, കൂലിപ്പണി കൊടുത്തിട്ട് മഹർ കൊടുത്ത് കിട്ടിയ ഭാര്യയെയും പിടിച്ചുകൊണ്ട് മൂസാ നബി മലഞ്ചെരുവിലൂടെ പോവുകയാണ്. പാതിരാത്രിയായി. ആ സമയത്താണ് മലഞ്ചെരുവിൽ പോകുമ്പോൾ വല്ലാതെ തണുപ്പാണ്. ഭക്ഷണം പാചകം ചെയ്യണമെങ്കിൽ തീ വേണം. തീ അന്വേഷിക്കാൻ വേണ്ടി പോവുകയാണ്. മൂസാറിന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവിടെ നിൽക്ക്, മലഞ്ചെരുവിൽ പോയിട്ട് ഞാൻ തീ കൊണ്ടുവരട്ടെ. ഇന്നീ ആനസ്തു നാറാ, മലഞ്ചെരുവിൽ തീ കാണുന്നുണ്ട്, ഞാനൊന്ന് പോയി നോക്കട്ടെ. ഭാര്യ അവിടെ നിർത്തി. മൂസ എന്ന യുവാവ് തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ കയറി തീ കൊളുത്താൻ പോയപ്പോൾ കേട്ടതെന്താ? മൂസ, നിന്നെ ഞാൻ നുബുവത്ത് നൽകുന്നു മൂസ, നിനക്ക് ഞാൻ എന്റെ പ്രവാചകനായിട്ട് തിരഞ്ഞെടുക്കുകയാ. എന്റെ സഹോദര, എപ്പോഴാ മൂസ എന്ന യുവാവിന് അള്ളാഹുവിന്റെ പ്രവാചകനായാണുള്ള ഭാഗ്യം ലഭിച്ചത്? എങ്ങനെയാ? 8 വർഷം മലഞ്ചെരുവിൽ ആടിനെ മേച്ചിട്ട് കൂലിപ്പണിയുടെ പൈസ കൊണ്ട് മഹർ കൊടുത്ത് പെണ്ണും കെട്ടിയിട്ട് ഇത് കാല മൂസാലി അഹ്ലിഹി, തന്റെ കുടുംബമായിട്ട് പോകുന്നവർക്കല്ലേ അള്ളാഹ് സൗഭാഗ്യമായിട്ട് നുബുവത്ത് കൊടുത്തത്. അതുകൊണ്ട് നിക്കാഹ് കളിയല്ല, കളിയല്ല. അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്, അള്ളാന്റെ ഖുർആനാണ് പറയുന്നത്. ആ ചെറുപ്പക്കാരന് കിട്ടിയ പ്രതിഫലം അള്ളാന്റെ നുബുവത്തല്ലേ, അള്ളാന്റെ നുബുവത്തല്ലേ കിട്ടിയത്. അള്ളാഹു ഈ സൗഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ വിവാഹം നല്ല വിവാഹമാകണം. മരിക്കുന്ന സമയത്ത് ഭാര്യ ചോദിക്കണം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ടല്ലോ, പരസ്പര സ്നേഹമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. അവസാനത്തെ കാര്യം പറഞ്ഞ് ബാക്കി പറയാനുള്ള സമയം പരിമിതമാണ്. എന്റെ സഹോദര, എന്റെ സഹോദരങ്ങളെ, ജീവിതത്തിന്റെ കൂട്ടിക്കിടച്ചിലുകളുടെ ഇടയിൽ പരസ്പരം തകർന്നു പോകല്ലേ. ഒരു മുഹമ്മദ് നബിയും ഒരു ഖദീജയും ഉണ്ടാകണം, ഒരു